ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഞാൻ വരയ്ക്കുന്നത് പലരും കണ്ടിട്ടില്ല എന്നുള്ള പരാതികൾ പറയുന്നുണ്ട്. ഞാൻ കോപ്പിയാണ് എടുക്കുന്നത്, ഞാൻ വരയ്ക്കുന്നത് കണ്ടിട്ടില്ല, എനിക്ക് വേറെ ആരോ വരച്ചു തരികയാണ്, അങ്ങനെ 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 കുറേ കഥകൾ. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വരയ്ക്കുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതി, അത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് വിഷമം എന്താണെന്നറിയോ, ഞാനിപ്പം ഇതിപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരച്ചാലും ഇത് മുഴുവനായിട്ട് ആരും കണ്ടോണ്ടൊന്നും ഇരിക്കില്ല. ഫസ്റ്റ് ഒന്ന് കാണും, ലാസ്റ്റ് ഒന്ന് കാണും. ഓക്കെ, അവർക്ക് മനസ്സിലായ ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ഓൺ വോയിസ് കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കഥ പൊതുവേ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തൊക്കെ വല്ല കഥകളും കാര്യങ്ങളും പറഞ്ഞു തന്നതാണ്. കാരണം ഇത് മൊത്തമായിട്ട് നിങ്ങൾ കുത്തിരുന്ന് കാണണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഒരു 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 മിനിറ്റ് മോനെ ചിരിക്കുക, ഒരു സെക്കൻഡ് പോലും നിങ്ങൾ പിന്നെ ഇത് അടിക്കാൻ പാടില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ഓർഡറാണ് തന്നെ കുട്ടിക്കൊളി. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വരയ്ക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഒരു പിള്ളച്ചേച്ചി പറഞ്ഞു, അവൾ പല പല കളറുകളുള്ള ക്ലോത്തുകൾ വെച്ചിട്ടാണ് അവൾ വരയ്ക്കാറ്. ആ ക്ലോത്തിൻ്റെ ഉള്ളിൽ എന്തോ സംഭവമുണ്ട് എന്നൊരു പിള്ളച്ചേച്ചി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തിനാണ് ഈ ക്ലോത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു മരമാണ്. ഈ മരം എനിക്കിവിടെ ആണി അടിച്ച് തന്നതാട്ടോ. ആണിയുണ്ടോ? ആണി അടിച്ച് തന്നത്, അതായത് പോരൂല കണ്ടോ. എന്തിനാ കീറിപ്പോരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ അക്രലിക് ഷീറ്റ് പെട്ടെന്ന് വരവിക്കും. അപ്പം മരത്തിൻ്റെ മുകളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കളിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വര വീണു പോകും. അപ്പോൾ വര വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലോത്ത് ഞാൻ വിരിക്കുന്നത്. അപ്പം ഇപ്പം നിലവിലുള്ള ഒരു ക്ലോത്ത് എൻ്റെ ഒരു തട്ടാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പെയിൻറ് ചെയ്യുന്നത് തുടയ്ക്കുന്നതാട്ടോ. ഞാൻ ചില വീഡിയോസിലൊക്കെ കാണാനായിട്ട് പെയിൻറ് ചെയ്യുന്നത് തുടയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരയ്ക്കാം. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് വരയ്ക്കാനുള്ള ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രഷ് ഷീറ്റാട്ടോ. അതവിടെ കുറേ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഷീറ്റാണ്, അപ്പുറവും ഇപ്പുറവും പൊട്ടിക്കാത്ത ഷീറ്റാണ്. അപ്പം ഷീറ്റ് ആദ്യം പൊളിച്ച് കാണിച്ചു തരാം. ഇത് പൊളിക്കുന്നത് ഒരു ടാസ്ക്കാണ് ഗൈസ്. ഇതോടുകൂടെ എല്ലാവരുടെയും പരാതി ഒന്ന് തീർന്നു നോക്കണേ. ഇതിൻ്റെ മുകളിൽ നല്ലൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഇത് മുറിക്കുന്ന ആൾക്കാരോട് കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി പോകുന്നതാണ്. നല്ല അടിച്ചാകുമ്പോൾ ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തന്നെ എടുക്കാം. അപ്പം ഇതാണ് ഷീറ്റ്. ഇതുമേൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കെച്ചായിട്ട് തോന്നുന്നുണ്ടോ ഗായ്സ്? അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതേ ഒന്ന് കാണിച്ചു നോക്ക് കൊടുക്കും. ഈ ബ്ലാക്ക് കളറ് മാത്രമാണ് നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക. അപ്പം ഞാൻ വരയ്ക്കുന്നതും ഇതാക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുതിയൊരു എൻ്റെ ഷാള് ശ്രീയമ്മിൻ്റെ ഒരു ബുക്ക് കാണിച്ചു കേട്ടോ. എനിക്ക് എമ്മിൻ്റെ ഒരു ആരാധികയായിട്ടുള്ളൊരു ആൻറ്റി അയച്ചു തന്നതായിരുന്നു കേട്ടോ. എന്നുള്ള ബുക്കാണ് ഇന്ന് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീയമ്മിന്. അപ്പം ഇത് എൻ്റെ ഒരു ഷാളാണ്. ഷർട്ടി മറ്റേ ഇതുണ്ടല്ലോ. എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയോ ഗൈസ്, നമ്മളെ മാജിക് കാണിക്കൂലേ, അവരുടെ അവസ്ഥയാണ്. കൊടിഞ്ഞോ എന്തുണ്ടേ, ഇങ്ങനെ മടക്കണോ, ഇങ്ങനെ മടക്കിയിട്ടാണോ നിങ്ങൾക്ക് തൃപ്തി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയല്ലാണോ നിങ്ങൾക്ക് തൃപ്തി വരിക? അതുമല്ല, ചിലർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അക്രലിക് ഷീറ്റ് മേടിച്ചു കൊടുക്കും, എന്നിട്ട് അവൾ ആ അക്രലിക് ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് വരച്ചാൽ
മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. വിശ്വസിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാണ്, ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇന്ന് ഞാനൊരു കഥ പറഞ്ഞിരുന്നുണ്ട്. ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ആ കഥയിലൂടെ നമുക്ക് ആ വര ഫുള്ളായിട്ട് കൊണ്ടുപോകാം കേട്ടോ. എന്നുവെച്ചാൽ വരച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും കഥ പറയാൻ പറ്റൂലേ, അത് ഞാൻ പറഞ്ഞുതരാം. എന്നോട് കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും. വര കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൺ വോയിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റാം. നിങ്ങൾ ഈ ബെഡ്സൊക്കെ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ചെവിയിലിടാനാണ്. ഇത് സംഭവം ചെവിയിലിടാനൊന്നുമല്ല കേട്ടോ. എനിക്കിതൊക്കെ എൻ്റെ വരയ്ക്കുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് സംഭവം. ലോകത്തെ ഏതെങ്കിലും ചിത്രകാരന്മാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോടെ? ഓരോരോ അവസ്ഥയെ. അപ്പം തുണി വിരിച്ചു. ഒരിക്കൽ കൂടി കാണിച്ചേ, തുണീൻ്റെ ബാക്കിലൊന്നും എഴുതില്ലേ, വ്യക്തമായിട്ട് വിരിച്ചു. ഇതുള്ളത് വെച്ചു. ഇനി അടുത്തതായിട്ട് ഇതിങ്ങോട്ടെടുക്കുക, ഇതിങ്ങോട്ടെടുക്കുക. മറ്റേ ഹോസ്പിറ്റലിൽ സിസ്റ്റർമാരുണ്ടല്ലോ, അവർ മറ്റേ സിറിഞ്ച് ഉണ്ടാക്കുന്ന പോലെ. അപ്പം വരയ്ക്കാൻ തുടങ്ങുകയാണ്. ബാക്കിയൊക്കെ ഞാൻ ഓൺ വോയിസ് കൊടുക്കാം. കഥ കേട്ട് എന്തായാലും ഇരിക്കണം. ഞാൻ എങ്ങനെ ചിത്രവര രംഗത്തേക്ക് വന്നെന്നും എത്ര വർഷമായി ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സകല ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പറയാണ്, ഇത് ഫസ്റ്റ് കണ്ട് ലാസ്റ്റത്തേക്കും കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോകരുത് പ്ലീസ്. കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കഥ കേട്ടോണ്ട് നിങ്ങളിത് കണ്ടോണ്ടിരിക്കുക. അപ്പം ഞാൻ വരച്ച് തുടങ്ങാം കേട്ടോ. അങ്ങനെ ചിത്രവര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനുമായിട്ട് ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തിയ കഥ, അത് നിങ്ങളിലേക്ക് പലർക്കും അറിയായിരിക്കാം. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാനിതേ ആ ഒരു കഥ നിങ്ങളുടെ അടുത്തേക്ക് കൂടി പറയാണ്. ചിത്രവരൻ്റെ വീഡിയോ ഏകദേശം 23 മിനിറ്റ് ഉണ്ട്. ഈ 23 മിനിറ്റ് എനിക്ക് ആ കഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളിടത്തോളം ഞാൻ പറഞ്ഞു തരാം. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വരരംഗത്തേക്ക് എത്തുന്നത് 2023-24 കാലഘട്ടങ്ങളിലാണ്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് എൻ്റെ രണ്ടാമത്തെ മകൾ അവളെ ഗർഭിണിയായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തിപ്പെടുന്നത്. ഒരു എന്താ പറയുക, യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടത് എന്ന് തന്നെ പറയാം. ആ ഒരു കഥ പറയുന്നതിൻ്റെ മുമ്പായിട്ട് പറയേണ്ട വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ എന്നെ കണ്ണാന്ന് വിളിക്കുകയായിരുന്നു. എങ്ങനെയാണ് എനിക്ക് കണ്ണ എന്നുള്ള വിളിപ്പേര് കിട്ടിയെന്നുള്ളത് ഞാനൊന്ന് ചുരുക്കം പറഞ്ഞു തരാം. എനിക്ക് കുട്ടിക്കാലത്തൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഇവനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മദ്രസയിലും സ്കൂളിലും പോവുള്ളൂ. ഇവൻ്റെ കൂടെ മാത്രമേ പോവുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ സ്കൂളിലോ മദ്രസയിലോ പോവില്ല. അവൻ ലീവുള്ള ദിവസം ഞാനും ലീവായിരിക്കും. അങ്ങനത്തെ ഒരു കൂട്ടുകാരനാണ് അവൻ എനിക്ക്. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ മൂത്ത 2 സഹോദരന്മാരുടെ വിവാഹം ഒരുമിച്ച് കഴിഞ്ഞു. അപ്പം ഇവരും അറിഞ്ഞു ഞങ്ങൾ ഒരുമിച്ചേ നടക്കുള്ളൂ, ഒരുമിച്ചേ കളിക്കുള്ളൂ, ഒരുമിച്ചേ ക്ലാസ് പോവുള്ളൂ എന്നുള്ള വിവരം അവരും അതറിഞ്ഞു. അപ്പോൾ അവർക്കതറിഞ്ഞപ്പോൾ ഒരു കൗതുകം. അങ്ങനെ ഇരിക്കെ ഞാൻ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് വന്നിട്ട്, അവൻ്റെ വീട് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് അവൻ്റെ പേര് വിളിക്കും. അവൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ആശാന് വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ പേര് പറഞ്ഞിട്ട് ഇനി അവിടെ പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ളതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാൽ പോലും പേരൊന്നും ഞാൻ പറയുന്നില്ല.
അങ്ങനെ ഞാൻ ഇവൻ്റെ പേര് വിളിക്കും. അപ്പോഴേക്കും ഇവൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാർ തിരിച്ച് വിളിച്ച് പറയും, അവൻ പോയി എന്ന് പറയും. ഇത് കേൾക്കലും വീടിന് ചുറ്റും ഞാൻ ഒരൊറ്റ ഓട്ടാണ് മക്കളെ, ഓടടാ ഓട്ടം, എന്നെ കൊണ്ടുപോകാണ്ട് പോയി എന്നുള്ള ഒരൊറ്റ ഡയലോഗാണ്. അപ്പോൾ എൻ്റെ വാപ്പയുടെ അമ്മ ആൾ ഭയങ്കര സ്ട്രോങ് ആട്ടോ, ഇന്നാൾ ജീവിച്ചിരിപ്പില്ലേ. അപ്പം ആൾക്ക് ഞാൻ കരയുന്നത് മാത്രം സഹിക്കൂല, എന്നെ അങ്ങനെയും കൊണ്ടിട്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഇവരിത് പറയുമ്പോഴേക്കും മാമ ഒച്ചയിടും. ഒച്ചയിട്ടാൽ അപ്പോഴേക്കും ഇവൻ ഇറങ്ങി വരും കേട്ടോ. സംഭവം ഇവൻ ചായ കുടിക്കുക എങ്ങാനായിരിക്കും, എന്നാലും ഇവരെന്നോട് പോയിന്ന് കള്ളത്തരം പറയും. ഇവർ ഈ പരിപാടി സ്ഥിരമാക്കിട്ടോ. അതേപോലെ തന്നെ ഇവർ ഞാൻ ഈ കരച്ചിലും സ്ഥിരമാക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വീടിന് ചുറ്റും ഓടി നടക്കുകയായിരുന്നല്ലോ, കരഞ്ഞിട്ട് ഓടുക ചെയ്യുക. ഇവനില്ലാന്ന് കേട്ടാൽ എനിക്ക് പിന്നെ ഒന്നും, എൻ്റെ സാറേ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ്. എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. ഓനില്ലാണ്ട് ഞാൻ മദ്രസയിലോ സ്കൂളിലോ പോയ ചരിത്രം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞങ്ങൾ വേർപിരിഞ്ഞത് എൻ്റെ അറിവ് വെച്ചിട്ട് 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. കാരണം നാട്ടിലുള്ള ആൾക്കാരും കളിയാക്കി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും 2 വഴിക്ക് പോയി തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഈ വീടിന് ചുറ്റും ഓടി നടക്കൽ തുടങ്ങി. അപ്പോൾ ഏട്ടത്തിക്ക്, എൻ്റെ 2ാമത്തെ സഹോദരിക്ക് ഒരു പദ്യം ഉണ്ടായിരുന്നു 4ാം ക്ലാസ്സിൽ. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ നായക്കഞ്ഞിക്കരി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര പേർക്ക് ആ പദ്യം അറിയാമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളിതാ കണ്ടോ ഗൈസ്, തെറ്റിപ്പോയിട്ട് എത്ര പ്രാവശ്യം മായ്ക്കണം എന്നറിയോ? തെറ്റിപ്പോയി മായ്ച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കഥയിൽ നിന്ന് വിട്ടുപോയി. അപ്പം ഈ നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ എന്നുള്ള പാട്ട് പാടുമ്പോൾ ഇവളൊന്ന് എന്നെ നോക്കി. അപ്പോൾ അതിലുണ്ട്, കണ്ടത് മുഴുവൻ കാട്ടിലെറിഞ്ഞു, വീടിന് ചുറ്റും ഓടി നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീടിന് ചുറ്റും ഓടി നടക്കലാരാ? ഞാൻ. അപ്പം എന്നെ ഉദ്ദേശിച്ച് തന്നെ, ജഗതി പറയുന്നതിന് ഒരു ഡയലോഗില്ലേ, ഇതെന്നെ ഉദ്ദേശിച്ച് തന്നെയെന്ന്. അങ്ങനെ ഞാൻ ഇവൾ ഈ പാട്ട് പാടുമ്പോൾ, ഈ പദ്യം ചെല്ലുമ്പോഴേക്കും ഞാൻ കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഞാൻ TV കാണുന്ന സമയത്തൊക്കെ റിമോട്ട് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല വെച്ചാൽ അടുത്തത് ഇവൾ പാട്ട് പാടും. അത് തന്നെ മൂത്തേട്ടത്തിയും തുടങ്ങി. ഇവർ എൻ്റെ അടുത്ത് എന്തൊരു കാര്യം ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടില്ലേ അടുത്തത് പാട്ടാണ്. പിന്നെ അവിടെ കരച്ചിലാണ്. പിന്നെ അമ്മ ഇടപെടും, മാമ ഇടപെടും, വാപ്പ ഇടപെടും. അവിടെ ഭയങ്കര ഭൂകമ്പമായിട്ടുള്ളൊരു പ്രശ്നമായി മാറുകയാണ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ ഉമ്മയുടെ ഉമ്മയാന്ന് തോന്നുന്നു, എൻ്റെ അറിവിൽ ഉമ്മയുടെ ഉമ്മയാണ്. എൻ്റെ സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞു ഉമ്മയുടെ ഉമ്മ അല്ല വാപ്പയുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. ഇനി വാപ്പയുടെ ഉമ്മയായാലും ഉമ്മയുടെ ഉമ്മയായാലും അതിലുണ്ടൊരു വരി, കണ്ടത് മുഴുവൻ കാട്ടിലെറിഞ്ഞു, വീടിന് ചുറ്റും ഓടി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വരിയുണ്ട്. അപ്പോൾ അതിൽ ഈ കിണ്ണൊക്കെ എടുത്തെറിയുന്നൊരു വരിയുണ്ട്. അപ്പോൾ മാമ പറഞ്ഞു ഇവളെ നമുക്ക് കിണ്ണാന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവരെന്നെ കിണ്ണാ വിളി തുടങ്ങി കേട്ടോ. അപ്പോൾ കിണ്ണമുട്ടി നായർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം കൊണ്ട് എത്തിയപ്പം പറഞ്ഞു ഈ കിണ്ണനൊരു സുഖമല്ല, ഇവളെ നമ്മൾ കണ്ണാന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് കണ്ണൻ എന്നുള്ള പേര് വീട്ടിൽ വിളിപ്പേരായിട്ട് വന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ വളരെ വളരെ മോശമായിട്ട് തോന്നിയ ഒരു പേരായിരുന്നു ഈ കണ്ണൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ കണ്ണാന്ന് വിളിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാവരും ഒരു അത്ഭുത വസ്തുവിനെ നോക്കും പോലെ എന്നെ നോക്കും. പിന്നെ ഞാൻ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഈ കണ്ണാന്ന് കേട്ടിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും കളിയാക്കിയിട്ട് വിളിക്കും. ഈ ജാഥ വിളിക്കും പോലെ ഒരാൾ വിളിച്ചാൽ തുടർച്ചയായിട്ട് അടുത്ത ആൾ അങ്ങനെ തുടങ്ങിക്കോളും. അങ്ങനെയാണ് കണ്ണാ കണ്ണാ കണ്ണാന്ന് വീട്ടിൽ വിളിപ്പേര് വന്നു. അങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഇഷ്ടമില്ലാത്തൊരു പേരായിരുന്നു എനിക്ക് കണ്ണൻ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് 2009 എൻ്റെ വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കണോ ഗൈസ്, ഞാൻ എൻ്റെ വീടെന്ന് പറയുന്നത്
ഒരു പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം ഈ ബാങ്ക് വിളി കേട്ടിട്ട് ഉണരുകയും ബാങ്ക് വിളി കേട്ടിട്ട് ഉറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലാണ്. അമ്പലത്തിൻ്റെ മുമ്പിലെന്ന് പറയാൻ പറ്റില്ല, അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് പള്ളി ഉള്ളതുപോണം ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്ത് അമ്പലമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ നിങ്ങളോട് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ എന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സമയത്തൊക്കെ ഇവിടെ രാവിലെയും പാട്ട് വെക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ ഈ കണ്ണൻ്റെ പാട്ട് വെച്ച് ഞാൻ പുതിയൊരു വീട്ടിൽ പുതിയൊരു ദിവസം കണ്ണ് തുറക്കുന്നത് കണ്ണൻ്റെ പാട്ടും കേട്ട്, പടച്ചോനെ എനിക്ക് അവിടുന്നോ ഈ ഒരു പേര്, ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പാട്ട്, എന്താ പറയുക. ഇത് കണ്ടോ ഗൈസ്, ഇതെന്താ സംഭവം എന്നറിയോ? പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കോപ്പിയാണ് എന്തോ വെച്ചിട്ട് വരയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗതുകത്തിന് കയറിയിട്ട് വരച്ചതാട്ടോ. പക്ഷെ കുറച്ചങ്ങോട്ടെത്തിയപ്പം എൻ്റെ പൊന്നാര ഗൈസ് അത് വരയ്ക്കാൻ പറ്റില്ല ഗൈസ്. കൈയൊക്കെ ഷവർ ചെയ്യാന്നല്ല, വരയ്ക്കാനുണ്ടല്ലോ, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് വെച്ച് ശീലമില്ലാത്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ കിടത്തി തന്നെ വരച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കഥ. അപ്പോൾ ഇവിടെ കണ്ണൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോഴും ഞാൻ അനുഭവിച്ചൊരു വിഷമം എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗായ്സ്. അങ്ങനെ ഇരിക്കെ വിവാഹശേഷം വിവാഹത്തിൻ്റെ സൽക്കാരം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയതാണ് എന്നെ. അപ്പോൾ എൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്ത് എൻ്റെ മൂത്ത സഹോദരി ഉണ്ട്. അവൾ ഇപ്പോഴും എന്നെ കണ്ണാന്നാട്ടോ വിളിക്കുക. ഇപ്പോഴും അവളുടെ ഫോണിൽ എൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചത് കണ്ണൻ എന്നാണ്. അവൾ അനങ്ങിയ കണ്ണാന്നാണ് വിളിക്കുക. നാൾ അരുണിനോട് എന്തോന്ന് പറയുമ്പോൾ പറഞ്ഞത് കണ്ണനോട് വയ്ക്കിയെന്ന് പറയുന്നത്. പക്ഷേ അവളെ ഇപ്പോഴും സ്ഥിരമായിട്ട് എന്നെ കണ്ണാന്ന് വിളിക്കാറുള്ളൂ. എൻ്റെ ഉമ്മ പോലും വല്ലപ്പോഴാണ് ഇപ്പം എന്നെ കണ്ണാന്ന് വിളിക്കാറ്, അല്ലേ ജെസ്സി എന്നാണ് വിളിക്കാറ്. പക്ഷേ അവൾ കണ്ണ എന്നല്ലാതെ വേറൊരു വാക്ക് അവൾ വിളിക്കൂല. അവൾ മറ്റൊരാളോട് ജസ്ന എന്ന് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അവളുടെ വായിൽ എപ്പോഴും ഞാൻ കണ്ണനാണ്. അപ്പോൾ ഇവളിത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേര് കണ്ണൻ എന്നാണ് എന്നുള്ളത്. അങ്ങനെ ഇക്കാക്ക ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ണാന്നൊരു വിളി. ഞാൻ ഈ മറ്റേ ഭദ്രകാളി നോക്കൂലേ, അതേപോലൊരു നോട്ടം നോക്കി ഇക്കാക്കന. അങ്ങനെ ഇക്കാക്കനെ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ അല്ല വിളിച്ച്, ഞാൻ ശരിക്കുള്ള കണ്ണനെയാണ് വിളിച്ചതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടുത്തു ശരിക്കുള്ള കണ്ണനെന്ന് ചോദിച്ച്. അപ്പം അതേ എനിക്ക് കാണിച്ചു തരുന്ന ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കുമ്പിട്ട് നിൽക്കുന്ന ഒരു കണ്ണൻ, ഒരു കുഞ്ഞു വാവ. ഞാൻ ചോദിച്ചു, ഇതാണോ കണ്ണന്? അപ്പം എന്നോട് പറഞ്ഞാൽ ഇതാ കണ്ണന്. എന്താ പറയാന്ന് എനിക്കറിയില്ല മക്കളെ. ആദ്യമായിട്ട് കണ്ണനെ കണ്ടപ്പം എന്താ സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇത്രയും കാലം ഈ ഒരു കുഞ്ഞു വാവനെ വെച്ചിട്ടല്ലേ എന്നെ കളിയാക്കി. ഈ പേരായിരുന്നോ ഞാൻ ഇത്രയും കാലം കൊണ്ട് ഇത്ര വെറുപ്പൊക്കെ വന്നത് എന്നൊക്കെ ആലോചിച്ചപ്പം ഒരുപാട് വിഷമം തോന്നിട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ നോട്ട് ചെയ്യാൻ കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മക്കുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീടിൻ്റെ തൊട്ടടുത്തൊക്കെ എന്നെയും കൊണ്ട് പോയിട്ട് ഒരു പ്രദർശനം നടത്തുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ, കൊയിലാണ്ടി ഏരിയയിൽ തോനെയും ഹിന്ദു മതസ്ഥരാണുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ താമരശ്ശേരി ഏരിയയിൽ, എന്ന് വെച്ചാൽ പൂനൂർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതസ്ഥരാണുള്ളത്. ഞാൻ മുസ്ലിം മതസ്ഥരുടെ ഇടയിൽ വളർന്നൊരു വ്യക്തിയാണ്. ഹിന്ദു മതസ്ഥർ വളരെ വളരെ കുറവായിരുന്നു അവിടെ. ഞങ്ങളുടെ അടുത്ത് എന്നൊക്കെ പറയാൻ വളരെ റയറായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നിടത്ത് ഹിന്ദു മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം പൂജാമുറിയാണ്. പൂജാമുറി നോക്കും. അപ്പോൾ പൂജാമുറിയിൽ കണ്ണനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുന്നൊരു കാര്യം. അങ്ങനെ പൂജാമുറിയിൽ കണ്ണനുണ്ടോ എന്നുള്ളത് നോക്കൂ. എന്നിട്ട് ഈ കണ്ണനെ നോക്കി വെക്കും. വിഗ്രഹമാണെങ്കിൽ ഞാൻ വലിയ മൈൻഡ് കൊടുക്കില്ല കേട്ടോ. പക്ഷേ കണ്ണൻ്റെ ഫോട്ടോ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവേ.
എൻ്റെ വിചാരം ഈ വിഗ്രഹം എന്ന് പറയുന്നത് കണ്ണനാണ് എന്നുള്ളതെന്ന് വെച്ചാൽ മുതിർന്ന ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ണനുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ, അത് കണ്ണനാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് കാലം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടോ. ഇത് രണ്ടും ഒരാളാണ് എന്നുള്ളത് ഓരോരോ കാരണം കൊണ്ടാണല്ലോ നമ്മൾ ഓരോന്ന് അറിഞ്ഞറിഞ്ഞ് വരിക. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും, അവിടെ കണ്ണനൊന്നുമില്ല, അവിടെ ഒരു വിഗ്രഹമേ ഉള്ളൂ. അപ്പം കാക്ക വിചാരിച്ചു ഈ വിഗ്രഹവും കണ്ണൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടെന്ന്. പക്ഷേ പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറമാണ് ഗുരുവായൂരപ്പനും കണ്ണനും ഒന്നാണ് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ പിന്നെ എവിടെ കണ്ണനെ കണ്ടാലും നോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2013-14 കാലഘട്ടങ്ങളിൽ ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഷെഡ് വെച്ചിട്ട് അവിടെയായിരുന്നു താമസം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്നത്. അങ്ങനെ ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പം കാക്ക കയറി വയറിന് പിടിച്ചപ്പം കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പം കുറച്ച് ബെഡ് റെസ്റ്റ് പറഞ്ഞു. ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ ഒട്ടും ഒരു പണി എടുക്കരുത് തന്നെ. അപ്പോൾ കാക്കാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്നെ താഴത്തും തലയിലും വെക്കാതെ നോക്കി നടത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. കുക്കിംഗ് അദ്ദേഹമാണ്, അലക്കുക വാഷിംഗ് മെഷീനിലിട്ടിട്ടാണ്, എനിക്ക് ബാത്റൂമിലേക്ക് വരെ വെള്ളം ഒക്കെ കൊണ്ടുത്തരിക. ഞങ്ങൾക്ക് വെള്ളം കോരിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, പൈപ്പും വെള്ളമൊന്നുമില്ലായിരിക്കും. പക്ഷേ എനിക്കായിട്ടൊരു പൈപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ തരികയൊക്കെ ചെയ്തൊരു മനുഷ്യനാണത്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഈ എവർലാക്സിൻ്റെ ഷീറ്റാണ് ഇട്ടത്. അപ്പം ഈ മണ്ണെടുത്ത സ്ഥലമായതുകൊണ്ട് ഒരു തണൽ മരം പോലും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പുറത്തേക്കൊരു കട്ടിലിട്ട് തന്നിട്ടുണ്ട്. ഒരു താർപ്പായ വലിച്ചു കെട്ടി അവിടെ ഒരു കട്ടിലിട്ടിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഈ കട്ടിലിന്മേൽ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്ന സമയത്താണ് ഈ വാർപ്പിന് കൊണ്ടുപോകുന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ കണ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ഒരു ലഡു എടുത്ത് കഴിക്കുന്നൊരു കണ്ണന്. എല്ലാവരെയും വിചാരം ഞാൻ ആദ്യമായിട്ട് വെണ്ണക്കണ്ണനെയാണ് വരച്ചത്. ഞാൻ ആദ്യമായിട്ട് വെണ്ണക്കണ്ണനൊന്നുമല്ല വരച്ചത്, ഞാൻ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ആദ്യമായിട്ട് വരച്ചത്. അങ്ങനെ ഞാൻ എന്താക്കി, വെറുതെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് ഈ കണ്ണനൊന്ന് വരച്ച് നോക്കി. അങ്ങനെ വരച്ച് നോക്കിയപ്പം അത്യാവശ്യം നന്നായി കിട്ടോ. അത് ഇപ്പോഴും ഒരാളുടെ പൂജാമുറിയിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് തരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒറ്റ നോട്ടത്തിൽ കണ്ണനാണ്, പക്ഷെ പാർട്സ് വൈ ഒക്കെ എടുത്ത് നോക്കുക വെച്ചാൽ ചിരിച്ച് പണിയായിപ്പോ കേട്ടോ. അങ്ങനത്തെ ഒരു കണ്ണന് തന്നെ പറയാം. അപ്പോൾ ഇക്കാക്ക വന്നപ്പം ഞാൻ ഇക്കാക്കൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വരച്ചൊരു ചിത്രമാണല്ലോ, അത്രയും സന്തോഷത്തോടു കൂടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ണനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നിൻ്റെ വീട്ടുകാരിത് കാണണ്ട, ഇത് കണ്ടാൽ അവർക്കൊരു സീനാവും. കാരണം എൻ്റെ വീട്ടുകാർ കുറച്ച് മതവിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ്. എൻ്റെ ഉമ്മയുടെ ഫാമിലി, പാപ്പയുടെ ഫാമിലി അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് വരച്ച ഫോട്ടോ അല്ലേക്കാക്കെ, നമ്മളെങ്ങനെയാണ് നശിപ്പിക്കുക, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഫ്രെയിം ചെയ്ത് ശങ്കരൻ നമ്പൂതിരിക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത് പൂനൂർ എനിക്കുള്ളൊരു സുഹൃത്താണ്. എൻ്റെ കാക്കൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ശങ്കരേട്ടന് ഫോട്ടോ കൊണ്ടു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ശങ്കരേട്ടൻ്റെ വീട്ടിൽ ആ ഫോട്ടോ വന്നതിന് ശേഷം പല പല നല്ല കാര്യങ്ങളും നടന്നു എന്ന് ശങ്കരേട്ടൻ അവകാശപ്പെടുന്നു. എന്താണ് സത്യാവസ്ഥ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി അത് പറഞ്ഞിട്ടാരും റിയാക്ഷൻ വീഡിയോ ഇടാൻ നിൽക്കണ്ടേ. അങ്ങനെ ശങ്കരേട്ടൻ ഇത് മറ്റുള്ളവരുടെ അടുത്ത് പാസ് ചെയ്യൽ തുടങ്ങി. ഇങ്ങനെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. എനിക്ക് തൊണ്ടയ്ക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് നേരം സംസാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഫോട്ടോ വേണമെന്ന് ആവശ്യമായിട്ട് ശങ്കരേട്ടൻ്റെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വെറുതെ ഇരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പണിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുക എന്ന് പറയൂലേ, അതേപോലെ ഒരു പണിയും ഇല്ലാതിരിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ എനിക്കുള്ള ഒരു പണി എന്നുള്ള വെറുതെ സമയം പോക്ക് എന്നുള്ള നിലയിലാണ് ഞാൻ ആദ്യം കണ്ണനെ വരച്ച് തുടങ്ങി ഓരോരുത്തർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഫ്രീ ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാടൻ പണിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങേര് നാടൻ പണിക്ക് പോയിട്ട് പൈസ കൊണ്ടുവരും. അപ്പോൾ ഞാനൊരു ലിസ്റ്റ് കൊടുക്കും, ഫാബ്രിക് പെയിൻറ്റ് ഇത്ര, ഷീറ്റ് ഇത്ര, ഫ്രെയിം ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണലിൽ ഫ്രെയിം ചെയ്ത് മേടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പര് നയിച്ച് കൊണ്ടുവരുന്ന പൈസ മുഴുവനവും ഞാനിത് ഇങ്ങനെ ഇതാക്കിയിട്ട്, എന്നാലോ ഈ ഫോട്ടോ കൊടുക്കുന്ന ആൾക്കാർ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞിട്ടൊരു 10 രൂപ പോലും എനിക്ക് തന്നിട്ടും ഇല്ല കേട്ടോ. തുറന്ന് പറയുന്നതിന് എന്താണ്, ഞാൻ ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്തു, അതേപോലെ ഗിഫ്റ്റായിട്ട് തന്നെയാണ് പലർക്കും ഞാൻ കൊടുത്തത്. പക്ഷെ അവരാരും ഒരു 10 രൂപ എനിക്ക് ദക്ഷിണ പോലും തന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇക്കാക്ക പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിർത്തിക്കോ, നിനക്കതാണ് നല്ലത്, എൻ്റെ കയ്യിൽ ഇനി ഇതിന് പൈസ ചിലവാക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പക്ഷേ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി തുടങ്ങി കേട്ടോ. ഒരാൾ വാങ്ങുന്നത് 2 ആളായി, 2 ആളുള്ളത് 3 ആളായി, 3 ആളുള്ളത് 4 ആളായി, കോഴിക്കോട് ജില്ല വിട്ട് പോവൽ തുടങ്ങി, അങ്ങനെയൊക്കെ തുടങ്ങി. അന്നപ്പം ഞാൻ എന്താക്കി, എനിക്ക് എത്രയാണോ എക്സ്പെൻസ് വരുന്നത് അതിലേക്കൊരു 500 രൂപ, വെറും ഒരു 500 രൂപ കൂട്ടി മേടിക്കൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം മേടിച്ച് തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഞാൻ ഒരു 500 രൂപ മാത്രമേ ഒരു ഫോട്ടോൻ്റെ അകത്തുനിന്ന് ഞാനത് ഒരു ലാഭമായിട്ട് എടുക്കാറുള്ളായിരുന്നു. 4-5 ദിവസം കുത്തിരിഞ്ഞ് വരയ്ക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പോലും ഞാൻ 500 രൂപ മാത്രമേ അതിൽ നിന്ന് എക്സ്ട്രാ എടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ എൻ്റെ കഷ്ടപ്പാടിനുള്ള ഒരു ഫലം ഞാൻ മേടിച്ച് തുടങ്ങിയത്. ഈ ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ എൻ്റെ കഷ്ടപ്പാടിനൊരു ഫലമായിട്ട് ഞാൻ മേടിച്ച് തുടങ്ങിയത്. അല്ലാതെ ചെറിയ പൈസ വരുമാനത്തിലായിരുന്നു ഞാനത് വരച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഈ വെണ്ണക്കണ്ണനെ കിട്ടിയതെന്ന് വെച്ചാൽ, ശങ്കരേട്ടൻ ഒരിക്കൽ ഒരു ജ്യോത്സ്യരെടുത്ത് എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഞാൻ വരയ്ക്കുന്നു എന്ന് ഉള്ള കാര്യത്തിന്. അപ്പോൾ അവർ പല കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ഒരു ചെവി കൂടി കേട്ടു, മറ്റേ ചെവി കൂടി അത് വിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പണിക്കർ അന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതൊരു വരുമാന മാർഗമാവുമെന്നുള്ളത്. പക്ഷേ ഞാനത് ഒരു ചെവി കൂടിയെ കേട്ട് മറ്റേ ചെവി കൂടി വിട്ടതാണ്. പക്ഷേ എനിക്കിത് വരുമാന മാർഗമായപ്പോൾ ഈ പണിക്കരെ ഒന്ന് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. പണിക്കരല്ല കേട്ടോ, അവരും നമ്പൂതിരിമാരാണ്. നമ്പൂതിരിമാർക്ക് ജ്യോത്സ്യന്മാരെ പണിക്കരെന്ന് പറയില്ല എന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവരെ കാണാൻ പോയ സമയത്ത് ഇവരുടെ റൂമിൻ്റെ അകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ വെണ്ണക്കണ്ണനെ കാണുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ വെണ്ണക്കണ്ണനെ എനിക്ക് തരാവോ, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഞാൻ വേറൊരു ഫോട്ടോ കൊണ്ടുത്തരാം, ഞാൻ വരച്ചത് തന്നെ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് ആ ഒരു വെണ്ണക്കണ്ണനെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് അവരെ കാണാൻ പോയ സമയത്ത് ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണനെയും കൊണ്ടിട്ടാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. പിന്നീട് ഞാൻ അവരെ വെണ്ണക്കണ്ണനെ ഫസ്റ്റിൽ വരച്ചിട്ട് അവരുടെ വീട്ടിലാണ് കൊടുക്കുന്നത്. അവരുടെ വീട്ടിൽ ഒന്നല്ല കേട്ടോ, 2 ഫോട്ടോ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അങ്ങനെയാണ് ഞാൻ വെണ്ണക്കണ്ണനിലേക്ക് എത്തുന്നത്. വെണ്ണക്കണ്ണനിലേക്ക് എത്തിയത് 2015-ലോ 2016-ലോ അങ്ങാണ്ടാണ് വെണ്ണക്കണ്ണനിലേക്ക് ഞാൻ എത്തിയത്. അതുവരെ ഞാൻ ഈ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെ ആയിരുന്നു വരച്ച് തുടങ്ങിയതും വരച്ച് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതും. പല സ്ഥലങ്ങളിലും ഞാൻ വരച്ച ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണന് പല വീടുകളിലും ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് വെണ്ണക്കണ്ണൻ എന്നെ കാണുന്നത് വെച്ചാൽ, വെണ്ണക്കണ്ണനെ കാണുമ്പോഴേക്കും പലരും ചോദിക്കും ഇത് ജസ്ന വരച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം എത്തിപ്പെട്ടതാണ്. അവരൊന്നും ചിലപ്പോൾ ഈ ലഡു എടുത്ത് കഴിക്കുന്ന ഫോട്ടോ ജസ്ന വരച്ചതാണെന്ന് പറയാതെ ഒരിക്കലും അവർക്കത് മനസ്സിലാവുകയുണ്ടാവില്ല. പക്ഷേ ഇപ്പം എന്നെ അറിയാത്ത ആൾക്കാർ പോലും ഈ വെണ്ണക്കണ്ണനെ കണ്ടാൽ തിരിച്ചറിയും. ഇത് എവിടെ ഫോട്ടോ കണ്ടാലും പലരും ചോദിക്കും ഇത് ജസ്ന സലീം വരച്ച ഫോട്ടോ അല്ലേ എന്നുള്ളത് ചോദിക്കും. അത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. കാരണം വലിയ വലിയ ചിത്രകാരന്മാർക്ക് പോലും അവരാണ് വരച്ചതെന്നുള്ളത് അവരുടെ സിഗ്നേച്ചർ വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ എൻ്റെ സിഗ്നേച്ചർ ഈ കണ്ണൻ തന്നെ ആയി മാറിയതിൽ എനിക്ക് ഭയങ്കര അഭിമാനവും ഭയങ്കരമായിട്ട് കണ്ണനോടൊരു നന്ദിയുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തിയ കഥ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ സമയവും കഴിയാറായി. ഞാൻ പേര് സിഗ്നേച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേ സിഗ്നേച്ചർ കൊടുത്തത് തെറ്റിപ്പോയി. എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അത് മായ്ക്കാൻ പെടുന്നൊരു പാട് ഗൈസ്, അത് വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തിയത്. അപ്പോൾ ഇത് എത്ര ആൾക്കറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അറിയാത്ത ആൾക്കാരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കഥ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കഥ അപ്പോൾ ദേ ഫോട്ടോ വരച്ച് ഫിനിഷാക്കി. എൻ്റെ കൈ കണ്ടോ, എൻ്റെ വരച്ച് കഴിയുമ്പോഴേക്കും കൈയുടെ അവസ്ഥ ഈ ഒരു ഇതാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും തെറ്റിപ്പോകുന്ന സമയത്ത് മായ്ക്കുന്നതാട്ടോ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ഒരു തട്ടല്ലേ വിരിച്ചത്, നിങ്ങൾ കണ്ടതല്ലേ ഞാൻ വിരിച്ച തട്ടം, ആ ഒരു തട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കണ്ടോ, ഒന്നായിട്ട് പെയിൻ്റാണ്. അതിൻ്റെ പുറത്ത് മാത്രമല്ല കണ്ണൻ്റെ പുറത്തൊക്കെ പെയിൻ്റാണ്. ഉണങ്ങിയിട്ട് ഇതാക്കണം 4 ദിവസം പിടിക്കട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഘട്ടമാണ് ഇപ്പം ഞാൻ വരച്ച് കഴിഞ്ഞത്, ഫിനിഷ് ചെയ്തത് ഞാൻ കാണിച്ചുതരാം. അതിന് മുമ്പ് ഞാൻ കൈ ഒന്ന് കാണിച്ചു തന്നാൽ പല വീഡിയോസുകളിലും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കറുപ്പ് കളറ് കാണാം. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് പെയിൻ്റാണെന്ന്. അത് ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ വരച്ച കണ്ണനെയും കൂടി ഒന്ന് കാണാം. ഇതാണ് കണ്ണൻ. കണ്ണൻ്റെ അവിടെയൊക്കെ അവിടെയൊക്കെ കറുപ്പ് കളറായിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് ആവുന്നതാണ്. അപ്പോൾ ഇതിന് ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത ഘട്ടം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളേക്കേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വരച്ചത് കണ്ടില്ല എന്നുള്ള പരാതിയുള്ള ആൾക്കാർക്കൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറായിട്ട് കാണുന്നില്ലേ, ഔട്ട്ലൈൻ ഇട്ടേം കൊണ്ട് അല്ലാതെ എൻ്റെ ഫേസാണ് കാണുക. ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറോ അങ്ങനെ എന്തെങ്കിലും റെഡ് കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പം മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു ആരാണ്, എന്താണ്, എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഞാൻ വരയ്ക്കുന്ന കണ്ണനും ഇതും തമ്മിൽ മാറ്റമുണ്ട് എന്നുള്ളത് അടുത്ത് പറഞ്ഞോളൂ. കാരണം ഇത് ഫസ്റ്റ് ഘട്ടമാണ്. സെക്കൻഡ് ഘട്ടമാണ് ഞാൻ കണ്ണ് കൊടുക്കുക, മൂക്ക് കൊടുക്കുക, കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തെങ്കിലും ഒരു ഭാഗം തെറ്റിപ്പോയാലാണ് ഗൈസ് പാളിയത് തന്നെ. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഗൈസ്. കാരണം ഞാനൊരു തല, എൻ്റെ മകനൊരു തല, രണ്ടുപേരും കുഴങ്ങിക്ക്. അപ്പോൾ ഇനി കമൻറ്റും നിങ്ങളെന്തായാലും ഇടണം, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഞാനിതിൽ ലെങ്ത് കൊടുക്കേണ്ടി വരും. നടക്കുന്ന സംഭവമല്ല. കാണുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാട്ടോ. സെക്കൻഡ് ഘട്ടം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്നും തേർഡ് ഘട്ടം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും ഫോർത്ത് ഘട്ടം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് തന്നെ ഞാൻ വരച്ചത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ടോ, ഒക്കെ പെയിൻ്റാവും, ഒരുതിയാ പോവും, അതൊക്കെ ഒരുതി പൊക്കിയെടുക്കണം. അപ്പോൾ എത്ര പേര് കാണുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാണുന്നവർ കാണുക. അപ്പോൾ ഇതാണ് കണ്ണൻ ഫസ്റ്റ് ഘട്ടം വരയ്ക്കുന്നത്. ബാക്കിയൊക്കെ ബൈ വൺ ആയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് എനിക്ക് ചെയ്യുക. സെക്കൻഡ് ഘട്ടം കണ്ണൊക്കെ എനിക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ കണ്ണിൻ്റെ ആ ഫേസ് വരുള്ളൂ. ഇപ്പം നിലവിൽ കണ്ണന് ഫേസ് ഇല്ല, കണ്ടില്ലേ, ഫേസ് ഇല്ലാത്ത കണ്ണനാണ്. അപ്പോൾ കൺപീലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ്, അല്ലാതെ അത് തൊട്ടാൻ പറ്റില്ല. തൊട്ടാൽ എൻ്റെ കൂടെ ഇതേപോലെ ഇങ്ങ് പോരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ.